ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലേക്കുള്ള താൽക്കാലിക വിസിമാരുടെ പട്ടിക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രാജ്ഭവന് കൈമാറി. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് താൽക്കാലിക വിസിമാരെ നിയോഗിക്കാനുള്ള ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് 3 പേരടങ്ങുന്ന പട്ടിക കൈമാറിയത്. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് രാജ്ഭവന്റെ തീരുമാനം. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ വിസി പോര് രൂക്ഷമായി തുടരുകയാണ്. ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് നിയമിക്കേണ്ട താൽക്കാലിക വിസിമാരുടെ പട്ടികയാണ് രാജ്ഭവന് കൈമാറിയിരിക്കുന്നത്. ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻചാർജ് പ്രൊഫസർ ഡോക്ടർ ജയപ്രകാശ്, പ്രൊഫസർ ഡോക്ടർ എ പ്രവീൺ എന്നിവർ ഉൾപ്പെടുന്നതാണ് സാങ്കേതിക സർവകലാശാലയിലെ പട്ടിക. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് മുൻപ് കൊടുത്ത അതേ പട്ടികയാണ് ഇത്തവണയും കൊടുത്തത് എന്നാണ് വിവരം. അതേസമയം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനം റദ്ദാക്കിയതിനെതിരെ രാജ്ഭവൻ നാളെ സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. പുതിയ പാനൽ തയ്യാറാക്കി നൽകിയ പശ്ചാത്തലത്തിൽ ഗവർണർ ജനാധിപത്യപരമായ തീരുമാനം എടുക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്ന് തെരഞ്ഞെടുത്ത് നൽകുകയാണ് ചാൻസലർ ചെയ്യേണ്ടതെന്നും കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. അതേസമയം കേരള സർവകലാശാലയിൽ വിസിയും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കവും രൂക്ഷമാണ്. രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതിനെതിരെ വിസി മോഹനൻ കുന്നുമ്മൽ കത്തു നൽകി. താൻ ഇപ്പോഴും കാർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് രജിസ്ട്രാറുടെ മറുപടി. എന്നാൽ സർവകലാശാലയുടെ വസ്തുവകകളിൽ വിസിക്ക് അധികാരമില്ലെന്നും പൂർണ്ണ അധികാരം സിൻഡിക്കേറ്റിനാണെന്നും സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ പറഞ്ഞു. 24 തിരുവനന്തപുരം.